കോഴിക്കോട്ടെ പറമ്പിൽ ബസാറിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണമുണ്ടായി. 25 പവൻ മോഷണം പോയി എന്നതാണ് പുറത്തുവരുന്ന വിവരം. വീടിന്റെ ടെറസ് വഴി കള്ളൻ അകത്ത് കയറി എന്നതാണ് എല്ലാവരും പറയുന്നത്. കള്ളനെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ച ദൃശ്യങ്ങൾ കാണും. കോഴിക്കോട് പറമ്പിൽ ബസാറിലാണ് അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണമുണ്ടായത്. 25 പവൻ സ്വർണം നഷ്ടമായി എന്നാണ് പുറത്തുവരുന്ന വിവരം. വീടിന്റെ ടെറസ് വഴി കള്ളനകത്ത് കയറി എന്ന നിഗമനമാണ്. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. ഇന്ത്യാസ് കരിയുമുണ്ട്. ഇന്ത്യാസ് ഇപ്പോൾ അവിടെ ആ സ്ഥലത്താണല്ലോ ഉള്ളത്. അവിടെ ചെല്ലുമ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ, സാഹചര്യം മനസ്സിലാക്കുമ്പോൾ, പോലീസുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായി വ്യക്തമാകുന്നുണ്ട്? രതീഷ്, കോഴിക്കോട് പറമ്പിൽ ബസാർ മല്ലിശ്ശേരി താഴത്തെ മധു എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് വലിയൊരു മോഷണം നടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീടിന്റെ മുൻവശത്താണ്. ഇതാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതാണ് ആ വീട്. ഈ വീട്ടിൽ ഇപ്പോൾ ചേവായൂർ പോലീസ്, ഈ കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് ചേവായൂർ പോലീസ് സ്ഥലത്തെത്തി വേണ്ട പരിശോധനകളും കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗമുണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്. ഡോഗ് സ്ക്വാഡിനെ അടക്കം എത്തിച്ചുകൊണ്ടാണ് വലിയ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ CCTV ദൃശ്യം നമ്മൾ കണ്ടു. ഇവിടെ ഒരു CCTV നമുക്ക് കാണാം. ആ CCTVയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീടിന്റെ തൊട്ട് വലതുഭാഗത്തോടു കൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഒരാൾ നടന്നു പോയി ടെറസ് വഴി, വീടിന്റെ ടെറസ് വഴി കയറി അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രാഥമികമായി നമുക്ക് ഈ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ 2 ദിവസം ഈ വീട്ടുകാർ ഈ വീട്ടിൽ ഇല്ലായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി 9:55 ഇവർ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിരുന്നു. ഇന്നലെ വന്നതിന് ശേഷം, അതിനുശേഷമാണ് മോഷണം നടന്നതെന്നും പ്രാഥമികമായി പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ഇവരുടെ തന്നെ ബന്ധുവായിട്ടുള്ള ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്നലെയാണ് മോഷണം നടന്നത്. അതെ, ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി 10 മണിക്ക് 10 മണിക്ക് ശേഷമാണ് ഇത് നടന്നത്. ഇവർ ഇവിടെ മണ്ണാറശാല കുട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള ചടങ്ങിന് പോയതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഒരു മകൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്കർ ഹോസ്പിറ്റലിൽ ബന്ധുവുണ്ട്, അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയതായിരുന്നു. ആ ഒരു സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പിന്നെ ആരെങ്കിലും അങ്ങനെ സംശയിക്കാവുന്ന തരത്തിലുള്ള ദൃശ്യമാണോ ഇപ്പോൾ കണ്ടത്? അതെ, നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം. കാരണം അയാളുടെ ആ ഒരു അങ്ങനെയാണ് ആ ഒരു സംഗതിയിൽ വീഡിയോയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ ദൃശ്യം, ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെ പരിചയമുള്ള ആരുടെയെങ്കിലും മുഖമായിട്ട് തോന്നുന്നുണ്ടോ? അല്ലേ, ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. പോലീസൊക്കെ എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതെ, ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നത്? ഏകദേശം ഒരു 20 പവന്റെ മുകളിലുണ്ടാവാം. 25 പവനുണ്ടാവും. പരാതിയിൽ അങ്ങനെയാണ്. അതെ, അത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണമാണ്. അതുപോലെ തന്നെ പുറത്തുണ്ടായിരുന്നു കുറച്ച്, അത് ഒരു വള മാത്രമേ ഉള്ളായിരുന്നു. അത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെങ്ങനെ വീട് കുത്തി തുറന്നിട്ടിരുന്നു? എങ്ങനെ പുറത്ത് കൂടെ കുത്തി തുറന്നായിരുന്നു. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുന്നത്. അപ്പോൾ തിരിച്ചെത്തി കഴിയുമ്പോൾ പുറത്ത് നോക്കുന്ന സമയത്താണ് പുറത്തുള്ള ഒരു ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവർ ക്ലോസ് ചെയ്ത ഡോറ് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന പെട്ടെന്ന് തന്നെ ഈ സ്വർണം വെച്ച ഭാഗത്തേക്കാണ് ആദ്യം തന്നെ പെട്ടെന്ന് പോകുന്നത്. ആ പോകുന്ന സമയത്ത് അവിടെ സ്വർണ്ണമൊന്നുമില്ല, മൊത്തം ഡോറ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. മോഷണം നടന്നു എന്ന് ഉറപ്പിക്കാൻ തരത്തിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ CCTV ദൃശ്യത്തിന്റെ ചെറിയൊരു വിവരണം നൽകാമെന്ന് കരുതുന്നു. നമ്മൾ കണ്ടത് ആ CCTV ദൃശ്യത്തിൽ കണ്ട വഴിയാണിത്. ഈ മതിൽ, ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറമുള്ള ഈ വഴിയാണ്. ഈ വഴിയിലൂടെയാണ് ഈ കള്ളനെന്ന് സംശയിക്കുന്നയാൾ, നമ്മൾ CCTV ദൃശ്യത്തിൽ കണ്ടയാൾ നടന്നു പോകുന്നത്. ഇതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ ഈ വീട് നമുക്ക് കാണാം. ഈ വീടിൻ്റെ ആ ടെറസ് ഭാഗത്തേക്ക് കയറാൻ കഴിയും. അവിടെ ഒരു മതിലുണ്ട്. ആ മതിൽ വഴി ടെറസ് ഭാഗത്തേക്ക് കയറാൻ കഴിയും. അങ്ങനെ ടെറസ് ഭാഗം വഴി കയറി ഏറ്റവും മുകളിലെ വാതിൽ കുത്തി പൊളിച്ചതിന് ശേഷം
അകത്തേക്ക് കടന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന 20 പവനിലധികം വരുന്ന സ്വർണം കള്ളൻ അപഹരിച്ചിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഫോറൻസിക് സംഘം ഇവിടെയുണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്, ചേവായൂർ പോലീസിന്റെ സംഘമുണ്ട്. അവരെല്ലാം എത്തിക്കൊണ്ട് വിശദമായ പരിശോധന ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അന്വേഷണം ഉണ്ടാവുക. 2 ദിവസം അടച്ചിട്ട വീടായിരുന്നു. കൃത്യമായി ഈ സ്ഥലവും ഇവിടുത്തെ ആളുകളെയും ഒക്കെ അറിയുന്ന ആളായിരിക്കാം മോഷ്ടാവ് എന്ന ഒരു സംശയവും ആ വീട്ടുകാർ പറയുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇവിടെ തിരച്ചിലും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ പുരോഗമിക്കുകയാണ്. രതീഷ്. ശരി, ഇംതിയാസ് കരീമാണ് വിശദമായി തന്നെ അടുത്ത പ്രതികരണങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 25 പവനെങ്കിലും നഷ്ടമായി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങുകയാണ്.